കിഴക്കൻ മേഖലയിൽ തനിക്കെതിരെ കള്ളപ്രചരണം നടത്തുന്ന LDFന്റെ നയം രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. മലവെള്ളപ്പാച്ചിൽ തകർന്ന ചെമ്പനരുവി മുള്ളുമല 80-ലെ തകർന്ന പാലം സന്ദർശനം നടത്തിയ ശേഷം GCN ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് KB ഗണേഷ് കുമാർ MLA LDFനെ വിമർശിച്ച് സംസാരിച്ചത്. കാരണം 4 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ ചെയ്യേണ്ട ചുമതലയൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA അധിക്ഷേപിക്കാൻ പാർട്ടി പ്രവർത്തകരെ അഴിച്ചുവിടുന്ന ഒരു നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം, ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തോട് എനിക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് എനിക്ക് അവരെ പറ്റി പറയാനുള്ളത്. സമരം ചെയ്തത് ആർക്കെതിരെയാണ്? അലിമുക്കിൽ ഒരാൾ സത്യാഗ്രഹം കടന്നത് ഞങ്ങൾക്കെതിരെയല്ല, MLAക്കെതിരെയല്ല, CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ CPMന്റെ ഒരു നേതാവ് സത്യാഗ്രഹം കിടക്കുകയായിരുന്നു. ഇത് അവർ തമ്മിലുള്ള അടിയാണ്. ഇത് ഞങ്ങളെ വലിച്ചിടയ്ക്കണ്ട. വനം വകുപ്പും കൃഷി വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടിനെ 88 ലക്ഷം രൂപ അനുഭവിച്ചുകൊണ്ടുവന്ന MLA കുറ്റം പറയുന്ന ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഫോറസ്റ്റ് വകുപ്പിന് ധനകാര്യ വകുപ്പിൽ നിന്ന് പൈസ കൊടുക്കാറില്ല. ഫോറസ്റ്റ് വകുപ്പിന്റെ റോഡ് തടി വിൽക്കുന്ന കാശുകൊണ്ട് അവർ പണിയണം, പക്ഷെ പണിയുന്നില്ലല്ലോ. കോടിക്കണക്കിന് രൂപ തടിയാണ് അച്ചൻകോലിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നത്. ആ റോഡ് പണിയുന്നുണ്ടോ? ഇതൊക്കെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, അത് മറച്ചു വയ്ക്കാൻ പിറവന്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയമായ ഇടതുമുന്നണിയുടെ പരാജയം അത് മറച്ചു വയ്ക്കാനുള്ള ഒരു നാടകമാണ്. ഈ നാടകമൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. രാഷ്ട്രീയം പ്രകൃതിക്ഷോഭം പോലുള്ള സന്ദർഭങ്ങളിൽ ദയവ് ചെയ്ത് ഇടതുമുന്നണി നേതാക്കൾ, മുതിർന്ന നേതാക്കൾ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മര്യാദ. പിറവന്തൂർ പഞ്ചായത്തിലെ കനത്ത തോൽവി മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് CPM അവരുടെ യുവജന സംഘടനയായ DYFIയെ ഉപയോഗിച്ച് നിരാഹാര സത്യാഗ്രഹം നടത്തിയതെന്നും MLA ഫണ്ടിൽ നിന്നും നൽകിയ 88 ലക്ഷം രൂപ ചിലവഴിച്ച് കറവൂർ അച്ചൻകോവൽ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അനുവദിക്കാത്തതിന്റെ മുഖ്യ കാരണക്കാർ LDF തന്നെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.